ഞങ്ങളിപ്പോൾ ഈവനിങ്ങില് വയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അനിയന്മാരും ഉണ്ട് കൂടെ. ഞങ്ങൾ രാത്രിയാവും വരെ കളിക്കും, എന്നിട്ടാണ് വീട്ടിൽ പോവുള്ളൂ. ഞങ്ങളെ വയൽ നിങ്ങൾക്ക് കാണണോ? ഇതാണ് ഞങ്ങളുടെ വയല്. ഇതാണ് എന്റെ രണ്ട് അനിയന്മാര്. അവരിപ്പോ പാലത്തിന്റെ അടുത്തുള്ള ഒരു പുഴയിൽ മീനിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പശുക്കളുമുണ്ട്, കൊക്കുകളുമുണ്ട്, കുറെ തരത്തിലുള്ള മൃഗങ്ങളൊക്കെ. ഇവിടെയാണ് ഞങ്ങൾ ഓണത്തിന് ഫോട്ടോവും വീഡിയോകളൊക്കെ എടുക്കാറ്. ഇവിടെ നല്ല സ്ഥലമാണ്. ഓണത്തിന് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ പൂക്കളൊക്കെ പറിക്കാറ്. ഇവിടെ ഓണം കഴിഞ്ഞിട്ടും ഇവിടെ തുമ്പപ്പൂക്കൾ നിറയെയുണ്ട്. ഇതൊക്കെ പറിക്കാം. ഇത് ഞങ്ങളുടെ മാമന്റെ വീടാണ്. അനിയന്മാരൊക്കെ മാമന്റെ കൂടെ പോവാണ്. നിങ്ങളും വാ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരു മാജിക് കാണണോ? ഇതാണ് തൊട്ടാവാടി. ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പാട് പാടിപ്പോവും. ഈ തരം ചെടി നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇതൊക്കെ ഇവിടെയുള്ള നല്ല നല്ല ചെടികളാണ്. ഇതൊക്കെ ഞാൻ ഇപ്പൊ പറിക്കാൻ പോകും. ഇതൊക്കെ പണ്ട് നെൽകൃഷികളുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടത്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. പണ്ടൊക്കെ ഈ തോട്ടിൽ എന്റെ അമ്മൂമ്മയൊക്കെ ഇവിടെ തിരുമ്പാൻ വരാറുണ്ടായിരുന്നു. അമ്മ മീൻ പിടിക്കാൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ ഒന്നുമില്ല. വൃന്ദാവന നികും ചെങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികും ചെങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. ഇങ്ങനത്തെ ഒരു ആകാശം കണ്ടിട്ടുണ്ടോ? ആ ദിക്കാണ് പടിഞ്ഞാറ്. സൂര്യൻ ഇപ്പോൾ അസ്തമിക്കും. നമുക്ക് ആ സൂര്യൻ അസ്തമിക്കുന്നത് കാണാം. ചെടിയുണ്ടോ? ഇതാണെങ്കിൽ പയറിന്റെ ചെടി. ഇത് തെങ്ങിന്റെ ഏറ്റവും താഴെയാണ് കുഴിച്ചിട്ടത്. ഇതെന്തിനാ കുഴിച്ചിട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? തെങ്ങിന് കുറെ വളം വേണ്ടിയിട്ടാണ് ഈ പയറിന്റെ ചെടി ഇവിടെ നട്ടത്. തേങ്ങയുണ്ടാവുമെന്ന് തോന്നുന്നു ഗായ്സ്. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ നാട്. ഇതാണ് കനാൽ. ഇതിന്റെ അകത്ത് നല്ല ഭംഗിയുള്ള താമര വിരിയാറുണ്ട്. ഇപ്പൊ വൈകുന്നേരമായതുകൊണ്ട് എല്ലാം വാടിപ്പോയി. കാടാണെന്ന് നോക്കണ്ട. പക്ഷെങ്കില് ഇതിന്റെ അകത്ത് വെള്ളം വന്നാൽ ഇത് വെട്ടി വൃത്തിയാക്കും. എന്റെ അമ്മ പണ്ടൊക്കെ കുറേ കുളിക്കാറുണ്ടായിരുന്നു ഇവിടുന്ന്. ഞാൻ ഒരു പ്രാവശ്യം കുളിച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് പൂച്ചവാല്. നമുക്കിപ്പോ എന്റെ ആപ്പന്റെ വീട്ടിൽ പോവാം. എന്റെ ആപ്പൻ ആരാന്ന് അറിയാവോ? എന്റെ അച്ചാച്ചന്റെ അനിയൻ. നിങ്ങൾ വാ, കമോൺ.